നമ്മളെല്ലാവരും ഇപ്പം നമ്മളെന്താണ് ഇപ്പം നമുക്കൊരു കുറച്ച് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ പ്രശ്നമേ ഉള്ളൂ. അതുകൂടി ഇതായി 26 കൂടി കഴിയും. അത് കഴിഞ്ഞാൽ നമ്മളെന്താണ് ഫ്രീ ആണല്ലേ. നമ്മൾ ഫ്രീ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസ് ഇല്ല. നമ്മളെല്ലാവരും എവിടെയാണ്? വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, നീറ്റ് 2022 നിങ്ങൾ എയിം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര മണിക്കൂർ പഠിക്കണം? എല്ലാവർക്കും ഒരു ഡൗട്ടുള്ളൊരു കാര്യമാണ്, എത്ര മണിക്കൂർ പഠിച്ചാൽ നീറ്റ് ക്രാക്ക് ചെയ്യാം? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ശരിക്കും? ഈ മണിക്കൂറുകളുടെ കണക്ക് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഇത്ര മണിക്കൂർ പഠിച്ചാൽ നീറ്റ് കിട്ടും അങ്ങനൊരു കാര്യമില്ല അല്ലേ. നമ്മൾ പഠിക്കുന്നത് നമുക്കറിയാം, നമുക്കൊരു കുഞ്ഞു ടൈമേ ഉള്ളൂ, അതിനുള്ളിൽ നമുക്ക് ഇത്രയും പഠിച്ചു തീർക്കാനുണ്ട്. കുറേയൊക്കെ നമ്മൾ +1 +2 പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഇത്ര മണിക്കൂർ പഠിച്ചാൽ നീറ്റ് കിട്ടും എന്ന് പറയുന്നൊരു ക്രൈറ്റീരിയ ഇല്ല. പക്ഷേ നമ്മൾ പഠിക്കാതിരിക്കുക, മിസ് പറഞ്ഞിട്ടുണ്ട് ഇത്ര മണിക്കൂർ പഠിച്ചാൽ നീറ്റ് കിട്ടും, അങ്ങനെയൊന്നുമില്ല, എന്നാൽ പിന്നെ നീറ്റിന് പഠിക്കേണ്ട, അങ്ങനെയാണോ? അങ്ങനെയല്ല. നമ്മൾ പഠിക്കണം അല്ലേ. നമ്മൾക്ക് ഇനിയുള്ള സമയം നമ്മൾ സ്കൂളിനെ പറ്റി ആലോചിക്കേണ്ട, ഹോംവർക്ക് അസൈൻമെൻറ്റ് ഒന്നും ആലോചിക്കേണ്ട, നമുക്ക് പഠിക്കാനാണുള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് കിട്ടുന്ന ടൈം എന്ത് ചെയ്യുക? നമ്മൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ ടൈം നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക ഓരോ കാര്യങ്ങൾക്ക്? നമ്മൾ മിസ് ഞങ്ങൾ റിലാക്സ് ഒന്നും ചെയ്യാതെ ഫുള്ളിരുന്ന് പഠിക്കണം എന്നാണോ മിസ് പറയണേ? ഒരിക്കലും അല്ല. കാരണം ഒരാൾക്ക് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണല്ലേ, ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറ്റുമോ നമുക്ക്? ഒരിക്കലും പറ്റില്ല. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തലയിൽ കയറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, പക്ഷേ ആ എഴുന്നേൽക്കുന്ന അപ്പോൾ കുറേ പേർക്ക് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ, അതായത് ആ ഒരു പുലർച്ചെ 4 മണി ടൈമിലൊക്കെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നവരായിരിക്കും. കുറച്ച് പേര് അങ്ങനെ ആയിരിക്കില്ല, രാത്രി പഠിക്കാൻ, രാത്രി അങ്ങനെ ഉറക്കം വരില്ല, രാത്രി ഇരുന്ന് പഠിച്ചാൽ കുഴപ്പമില്ല, അങ്ങനെയുള്ളവരൊന്നും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും ബെസ്റ്റ് ടൈം നിങ്ങൾക്ക് അതായിരിക്കും. കാരണം ആ സമയത്ത്, അതായത് ഒരു ലേറ്റ് നൈറ്റ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് എന്നൊക്കെ പറയുന്നത് വേറെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കുന്ന ടൈമാണല്ലോ. ആ സമയത്ത് എന്താണ്, ഫുൾ കാമായിരിക്കും, ക്വയറ്റായിരിക്കും, നമുക്ക് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ പഠിക്കുക, കൂടുതൽ ടൈം ആ സമയത്തേക്ക് പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കാം. അതിനനുസരിച്ച് നിങ്ങൾ ഉറങ്ങണം. മിനിമം നിങ്ങൾ 6 hours മസ്റ്റായിട്ട് ഉറങ്ങിയിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം? ക്ലാസ്സുകൾ കാണാൻ രാവിലെ എഴുന്നേൽക്കുക, ഭക്ഷണം കഴിക്കുന്നു, മാറുന്നു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നു, വൃത്തിയൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സുകൾ കാണാനുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളുടെ നീറ്റ് ക്രാഷ് കോഴ്സിലാണെങ്കിൽ നമ്മളുടെ ഒരു ടൈം ടേബിൾ ഉണ്ട്, നിങ്ങൾക്ക് അതനുസരിച്ച് ഫോളോ ചെയ്താൽ മതി. അതല്ല നമ്മൾ വീട്ടിലിരുന്ന് സ്വയം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഒരു 1 hour, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഓരോ ടോപ്പിക്സൊക്കെ കണ്ടുവച്ചിട്ട് നമ്മൾ പഠിക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഏത് ചാപ്റ്ററാണോ നമ്മൾ പഠിച്ചത്, അപ്പോൾ നമ്മളൊരു 3 hours നമ്മൾ പഠിച്ചു എന്ന് വിചാരിച്ചു, ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചു, എന്തെങ്കിലും ക്ലാസ്സൊക്കെ കണ്ടിട്ടോ എന്തെങ്കിലും ആയിട്ട് നമ്മളൊരു പഠിച്ചു. അത് കഴിഞ്ഞ് നമുക്കത് പഠിച്ചോ നമുക്ക് മനസ്സിലാവണ്ടേ? അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഒന്നെങ്കിൽ ഒരു പ്രീവിയസ് ഇയറിൻ്റെ ബുക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്? ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളുടെ ഇപ്പം ചാപ്റ്റർ വൈസ് ആണ് നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ പഠിച്ചത് നമുക്ക് എഫക്റ്റീവായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ നമ്മളൊന്ന് ചെയ്ത് നോക്കുക. യെസ്, നമുക്ക് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ പഠനം എന്താണ്? കറക്റ്റ് ഡയറക്ഷനിലാണ്, നമ്മൾ പഠിക്കുന്നത് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. എന്നിട്ട് നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു. ദെൻ ആ സമയമാകുമ്പോഴേക്കും എന്താണ്, ഒരു രാവിലെ നമ്മൾ ഒരു 7 o'clock എഴുന്നേറ്റ് 8 o'clock ആകുമ്പോഴേക്കും നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു 3 മണിക്കൂർ ക്ലാസ് കണ്ടു, പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഒരു കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് എടുക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കയറുക, അല്ലെങ്കിൽ അങ്ങനെ ഫിലിം കണ്ടിരിക്കുക, അങ്ങനെയല്ല മിസ് ഉദ്ദേശിച്ചത്. അതൊക്കെ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന പരിപാടികളാണ്. അപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആവാതെ നമുക്ക് എങ്ങനെയൊക്കെ റിലാക്സ് ചെയ്യാം? ഒരുപാട് മെത്തേഡുണ്ട് അല്ലേ. നമുക്ക് കുറച്ച് നേരം ഒന്ന് നേച്ചറിലേക്ക് നോക്കാം അല്ലേ, നമ്മളുടെ വീട്ടുകാരുമായിട്ടൊന്ന് സംസാരിക്കാം, കുറച്ച് നമ്മൾ തന്നെ ഒന്ന് വെറുതെ ഇരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പവർ നാപ്പ് എടുക്കാം, ഒരു 20 minutes നിങ്ങൾക്ക് ഉറങ്ങാം. അങ്ങനെ നമ്മളുടെ ബ്രെയിനൊന്ന് കൂളാക്കാം, ഒന്ന് ബ്രെയിനെ റീസ്റ്റാർട്ട് ചെയ്യിക്കാം. എന്നിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും പഠിക്കാം. ഒരു 3 hours ഒക്കെ പഠിച്ച് അടുത്തത് ആ സമയത്ത് എടുക്കുമ്പം, രണ്ടാമതായിട്ട് നമ്മൾ എടുക്കുമ്പം വീണ്ടും അതേ സബ്ജക്റ്റ് എടുക്കണമെന്നില്ല, ഒരു ചേഞ്ചിന് വേണ്ടി വേറൊരു സബ്ജക്റ്റ് എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതേപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്താണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വായിച്ചു നോക്കാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? ഒരു ഡേയിൽ നമ്മൾക്ക് മാക്സിമം എഫക്റ്റീവായിട്ട് എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റും? ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു 3 hours, പിന്നെ ഒരു ഡിസ്കഷൻ അല്ലേ, അവിടെ തന്നെ നമുക്ക് 4 hours കിട്ടി. ഈവനിങ് നമുക്കൊരു 4 hours കിട്ടി അല്ലേ. ഇത് നമ്മൾ രാത്രിത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ അന്ന് പഠിച്ചത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ ഒരു 2 hours ഒക്കെ എടുക്കാം. അങ്ങനെ ഒരു ഡെയിലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 10 hours നമുക്ക് എന്തായാലും കിട്ടും.
പിന്നെ അത് നിങ്ങളുടെ ടൈം അനുസരിച്ച്, ഇനിയിപ്പോൾ നിങ്ങൾ രാത്രി പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് നേരം എന്ത് ചെയ്യുക, ആ ടൈമിൽ പഠിക്കാം. അത് നിങ്ങൾ എങ്ങനെയാണെന്ന് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്കാണ് അറിയാം. അതിനനുസരിച്ച് നിങ്ങൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. മിനിമം ഒരു 10 hours എന്തെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും, എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. ബാക്കിയുള്ളത് നിങ്ങൾ എത്ര പഠിച്ചു അല്ലേ, നിങ്ങൾക്ക് +1 +2 നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര കണ്ടൻറ്റ് നന്നായിട്ട് അറിയാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നിങ്ങൾ ഓരോരുത്തരെ പറ്റി അറിയാമല്ലോ. ആ കാര്യങ്ങളനുസരിച്ചിട്ട് ബാക്കി ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഒരിക്കലും മറക്കരുത് ഉറങ്ങാനുള്ള ടൈം. 6 hours മസ്റ്റായിട്ട് ഉറങ്ങാൻ, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹെൽത്തി ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് മൈൻഡ് എപ്പോഴും പോസിറ്റീവായിട്ട് നിർത്തുക, സ്ട്രെസ്ഡ് ആവാതെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ.